നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് കോട്ടയം ജില്ലയിലെ മണർകാട് കവലയിലുള്ള ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിലാണ്. ഈ സൂപ്പർ മാർക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. 3 കൊല്ലം മുമ്പ് സഹോദരങ്ങളായ ഷൈമോനും ഷാമോനും ചേർന്ന് ഓൺലൈനിൽ അവരൊരു വെബ്സൈറ്റൊക്കെ തയ്യാറാക്കി ഓൺലൈനിൽ ആരംഭിച്ച ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ആ സൂപ്പർ മാർക്കറ്റ് 3 കൊല്ലങ്ങൾക്കിപ്പുറം ഒരു ബ്രാഞ്ച് തുടങ്ങി. ആ ബ്രാഞ്ച് കഴിഞ്ഞ് അതിൻ്റെ വിപുലീകരണമായിട്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് രണ്ടാമത്തെ ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. അവർ വിപുലീകരണത്തിൻ്റെ ഒരു പാതയിൽ സഞ്ചരിക്കുകയാണ്. കോവിഡ് കാലത്ത് നമുക്കറിയാം, കോവിഡ് കാലത്ത് പുറത്തിറങ്ങാനും ഒക്കെ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് അന്നാണ് ഈ ഹോം ഡെലിവറി സർവീസുകൾ കൂടുതലായിട്ട് നമ്മളെ ജനങ്ങളെ ആശ്രയിച്ചു തുടങ്ങിയത്. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ പല ആളുകളും അത്യാവശ്യം പച്ചക്കറിക്കും പലചരക്കിനും ഒക്കെ ആയിട്ട് ആശ്രയിച്ച 2 ചെറുപ്പക്കാരാണ്. അവരുടെ സംരംഭമാണ് ഷൈഷ ഫ്രഷ് എന്ന പേരിലുള്ള ഈ സൂപ്പർ മാർക്കറ്റ്. നമുക്ക് അവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഷൈഷ ഫ്രഷിൻ്റെ പാർട്ട്ണർമാരിൽ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർമാരിൽ ഒരാളായ ഇളയ സഹോദരൻ ഷൈമോനാണ്. നമുക്ക് ഷൈമോനോട് തന്നെ ചോദിക്കാം, ഇങ്ങനെ ഷൈഷ ഫ്രഷ് എന്ന് പറയുന്നൊരു ആശയത്തിന് പിന്നിലുള്ള കഥ എന്താണെന്നുള്ളത്. നമസ്കാരം ഷൈമോൻ. നമസ്കാരം. എങ്ങനെയാണ് ഈ ഷൈഷ ഫ്രഷ് എന്ന് പറയുന്നൊരു സംരംഭത്തിലേക്ക് വന്നത്? എനിക്ക് എൻ്റെ ബ്രദറിനും കൂടെ ഉള്ള ആഗ്രഹമായിരുന്നു ബിസിനസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ കാലത്തിനകത്തുള്ളൊരു ഐഡിയ കൊണ്ടുവരിക എന്നുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ളത്. പല മേഖലകളിലും വർക്ക് ചെയ്തു, സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്തു, പലതും ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ ഫ്ലോപ്പായി അതിൻ്റെ അകത്തുനിന്ന് പിന്നീട് വിജയത്തിലേക്ക് വന്ന ഒന്നാണ് ഷൈഷ എന്ന് പറയുന്ന ഒരു സംരംഭം. ഷൈഷ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ് ഷൈമോനും ഷാമോനും. ഷൈഷ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഇവിടുത്തെ ഷോപ്പിൻ്റെ പേര്, മന്ത്രയുടെ കവലയിലെ ഷോപ്പിൻ്റെ പേര് ഷൈഷ ഫ്രഷ് എന്ന് പറഞ്ഞാണ്. ആദ്യം തുടങ്ങുന്നത് ഷൈഷ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റാണ്. ഓൺലൈനായിട്ട് കച്ചവടം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൺലൈനായിട്ട് കച്ചവടം നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ എടുക്കുന്നതും ഡെലിവറി? വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ ആളുകൾ കയറുന്നു, ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നു. അവർ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യും. അത് നമുക്ക് മെയിൽ വഴി റിസീവ് ആവും. അത് നമ്മൾ കൊണ്ട് സാധനങ്ങൾ കൊണ്ടു കൊടുക്കും. അപ്പോൾ അന്ന് നമുക്കൊരു ഗോഡൗണോ ഇതുപോലെ റൂം വാടകയ്ക്ക് എടുത്തിട്ട് ചെയ്യുമായിരുന്നു. അത് കാവുംപിടിക്കല്ലായിരുന്നു. എത്ര കാലം അങ്ങനെ ഓൺലൈൻ വ്യാപാരം നടത്തി? അത് 6 മാസമേ ഉള്ളൂ ഓൺലൈനായിട്ട് ഞങ്ങൾ കൊണ്ട് നടന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നേരെ ഒരു പുതിയൊരു ഷോപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നു. അപ്പോഴാണ് മന്ത്രാട് കവലയിൽ ഒരു 6 മാസം ഓൺലൈൻ വ്യാപാരം നടത്തിയപ്പോൾ തന്നെ ജനങ്ങളുടെ നല്ലൊരു പ്രതികരണം കിട്ടി. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് ലൈവായിട്ട് സ്റ്റോക്ക് ചെയ്യാൻ മേലാത്തൊരവസ്ഥ വന്നു. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള സാധനം. ഗ്രോസറി ഒക്കെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേനാണ് പുതിയൊരു ഷോപ്പിലേക്ക് തുടങ്ങിയത്. അങ്ങനെയാണ് മണർകാട് കവലയിലേക്ക് ഈ ഷോപ്പ് ആദ്യം തുടങ്ങിയത്. 2021 നമ്മൾ ആദ്യം ഓൺലൈൻ വ്യാപാരം തുടങ്ങിയത്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓക്കെ ആണ്. അപ്പം ആളുകളുടെ ഒരു സഹകരണം, കാരണം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ അവർക്കും അവൈലബിലിറ്റി ആയി, നമുക്കും അതിൻ്റെ അകത്തുനിന്നൊരു ചെറിയ മാർജിൻ കിട്ടാൻ തുടങ്ങി. കാരണം ഡയറക്റ്റ് എടുത്തു വെക്കുന്നു, കടയിൽ വന്ന് ആൾക്കാർ ലൈവായിട്ട് മേടിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഓൺലൈനും പോകുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് അടുത്ത് ഡെലിവറി ചെയ്തിരുന്ന ആ സന്ദർഭം മാറിയിട്ട് ഇപ്പോൾ കോട്ടയത്ത് ടൗണിലോട്ടായി. അതുപോലെ തന്നെ ഏറ്റുമാനൂർ, അയർക്കുന്നം, അങ്ങനെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഈ കൗണ്ടർ സെയിലാണോ നമുക്ക് കൂടുതലുള്ളത്, ഹോം ഡെലിവറി ആണോ കൂടുതൽ? ഇപ്പോൾ ഈക്വലായിട്ട് പോകുന്നു. ഡെയിലി ഒരു 10 ഓർഡർ മേളിൽ നമുക്ക് ആവറേജ് 10 ഓർഡർ അല്ല, അതിന് മേളിൽ വരുന്നുണ്ട്. ഹോം ഡെലിവറി തന്നെ. അതുകൂടാതെ കൗണ്ടർ സെയിലുണ്ട്. കൗണ്ടർ സെയിലാണ് കൂടുതൽ വരുന്നത്. അന്നേരം ചെറിയ ചെറിയ എമൗണ്ടുകൾക്കായിരിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ ബൾക്ക് എമൗണ്ടുകൾക്കായിരിക്കും. ഈ നമ്മുടെ ഹോം ഡെലിവറിക്ക് ഇത്ര ദൂരം എന്നുള്ളത് വല്ല അങ്ങനെ വല്ല ഉണ്ടോ? ഇത്ര ദൂരത്തിനുള്ളിലാണെങ്കിലേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ മിനിമം എത്ര രൂപയുടെ പർച്ചേസ് വേണമെന്നോ? ഓരോ ഏരിയ അനുസരിച്ച് നമ്മുടെ ഡെലിവറി ചാർജും ഉണ്ട്. ആ ഡെലിവറി ചാർജ് തുച്ഛമായിട്ടുള്ള ഡെലിവറി ചാർജ്. ഡെലിവറി ചാർജ് എത്ര രൂപ മുതൽ എത്ര രൂപ? കിലോമീറ്ററിന് 5 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈട് ചെയ്യുന്നത്. മിനിമം ഡെലിവറി ചാർജ് 25 രൂപയാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എത്ര കിലോമീറ്റർ പരിധിയിൽ നമ്മൾ കൊടുക്കും, ഡെലിവറി ചെയ്യും? ഇപ്പോൾ കൂടുതൽ പോയിരിക്കുന്നത് നമ്മുടെ കോട്ടയം ടൗണിൽ ആ ചുറ്റളവ് 10 കിലോമീറ്റർ റേഡിയസിലാണ് ഇപ്പോൾ 13 കിലോമീറ്ററൊക്കെ പോയിട്ടുണ്ട്.
അത് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ കസ്റ്റമറും അതനുസരിച്ച് നമുക്ക് ബില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട്. കാരണം അവർ ഡെലിവറി ചാർജ് കൂടുതൽ തരാൻ തയ്യാറാകുന്നുണ്ട്. കാരണം നമ്മുടെ സർവീസ് അതുപോലെ ചെയ്യുന്നത് കൊണ്ട് അവരതങ്ങനെ ബില്ലിംഗ് ആയി വരും. മറ്റേ രണ്ടാമത്തെ ഷോപ്പ് ഈ അടുത്തിടയ്ക്ക് തുറന്നല്ലോ. അതെ അതെ, ഒക്ടോബർ. അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാ? അത് ഇതിന്റെ ബേസ് ചെയ്ത് തന്നെ തുടങ്ങിയതാണ്. ആഗ്രഹമായിരുന്നു. ആ കടയുടെ പേര് എങ്ങനെയാ? ഷൈഷ സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ് ആയിട്ട് തന്നെയാണ് തുടങ്ങിയത്. ഇത് ഷൈഷ ഫ്രഷ്, മറ്റേത് ഷൈഷ സൂപ്പർ മാർക്കറ്റ്. ശരി. അവിടെ എന്തൊക്കെയാ വേറെ ഇവിടെ ഇല്ലാത്ത വേറെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഇവിടെ ഇല്ലാത്ത കുറേ സാധനങ്ങൾ അവിടെ ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഒരു പരിധിയുണ്ട്, സ്ഥലപരിമിതിയുണ്ട്. അവിടെ കുറച്ചും കൂടെ ഇടയും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പോൾ രണ്ടിടത്ത് ഇപ്പോൾ ഇതൊന്നും കൂടെ റിനോവേറ്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം റിനോവേറ്റ് ചെയ്ത് കുറച്ചും കൂടെ പക്കയാക്കി. അപ്പോൾ അത് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് റിനോവേഷൻ നടന്നത്. അല്ലെങ്കിൽ ഓൺലൈൻ്റെ അകത്ത് പ്രോബ്ലം വരും. അവിടെ ആ കടയുടെ ചുമതല ആർക്കാ? അത് ചേട്ടനാണ്. ചേട്ടൻ ഷാമോൻ അല്ലേ? ഈ മണർകാട് കവലയിലെ ചെറുതും വലുതുമായിട്ട് വേറെ സൂപ്പർ മാർക്കറ്റുകൾ, അതിൽ ഹോം ഡെലിവറി ചെയ്യുന്നവരുൾപ്പെടെയുള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അവരുടെ ഇടയിലേക്കാണ് നമ്മൾ ഒരു 2.5 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 3 കൊല്ലം മുമ്പ് നമ്മളൊരു ചെറിയ കടയുമായിട്ട് വന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ നമ്മളെ സ്വീകരിച്ചതിന് എന്താണ് ഒരു കാരണമായിട്ട് കാണുന്നത്? കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള സർവീസ് അത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കസ്റ്റമർ ആണെങ്കിലും വരും. അത് ഒരു കാര്യമാണ്. അവർക്കിപ്പോൾ ഒരു മീറ്റ് ഇപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി മേടിച്ച് കഴിഞ്ഞാൽ ഇത്ര നല്ലത് കിട്ടത്തില്ല. ഞാനൊരു കാര്യം പറയാം, അനുഭവമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാനത് ഓർക്കുമായിരുന്നു. എൻ്റെ ഒരു ഡയലോഗ് തന്നെയാണല്ലോ ഈ കടമെടുത്തത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവമാണ്. നമ്മൾ മീനോ ഇറച്ചിയോ മേടിക്കാൻ ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഇത്രയും നല്ല ഇറച്ചി കിട്ടുകയില്ല. നിങ്ങളിവിടെ പച്ചക്കറിയും ഗ്രോസറിയും മറ്റേ പലചരക്കുമാണ് കൈകാര്യം ചെയ്യുന്നത്. മീനോ ഇറച്ചിയോ നിങ്ങൾക്ക് കച്ചവടമില്ല. പക്ഷേ നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏത് മീൻ എങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മേടിച്ച് തരും. ഇറച്ചി ഏറ്റവും നല്ലിടത്തുനിന്ന് തന്നെ ഇറച്ചി നല്ല പീസ് നോക്കി തന്നെ മേടിച്ചുകൊണ്ട് വരും. അതൊക്കെ നമുക്കൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളെ കൊണ്ടാണ് നമ്മളെ ഇറച്ചിയും മീനും ഒക്കെ മേടിപ്പിക്കാറുള്ളത്. അറിയാമല്ലോ, സ്വയം അനുഭവം പറയുക. അത്രേ ഉള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. അപ്പം ആ ഒരു വിശ്വാസം നേടാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇത്രയും കടകൾക്കിടയിൽ നമുക്കൊരു നമ്മുടെ ഒരു സാന്നിധ്യം അറിയിക്കാൻ പറ്റിയത്. ശരി. നമുക്കൊരു സംരംഭം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ചെറിയ രീതിക്ക് നമുക്ക് 2 കടകളായി. നമുക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? ഇപ്പോൾ 2 കടകളുടെ ഷോപ്പാണെങ്കിൽ ഇപ്പോൾ 3 പേര്, അവിടെയും 3 പേര് 6 പേർക്ക് ആണ്. 2 കടകളിലായിട്ട് 6 പേർക്ക് 6 കുടുംബങ്ങൾക്ക് ഒരു ജീവനമാർഗം കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? വലിയൊരു കാര്യമാണ്, വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഷൈഷ ഫ്രഷിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇവരുടെ തന്നെ പറഞ്ഞല്ലോ, അനിയൻ ചുമതല നടത്തുന്ന ചേട്ടൻ ചുമതല നടത്തുന്ന വേറൊരു കടയുണ്ട്, ഷൈഷ സൂപ്പർ മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് മണർകാട് കാവുമ്പടിയിൽ തന്നെയാണ്. നമുക്ക് ആ കടയിൽ പോയി അദ്ദേഹത്തെ കാണണം, അവിടുത്തെ വിശേഷങ്ങളോട് അറിഞ്ഞു വരണം. എന്തായാലും ഈ 2 കടകളിലായിട്ട് ഇവർ 6 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് എന്നത് ഒരു ചെറിയ കാര്യമേ അല്ല. 6 കുടുംബങ്ങളാണ് അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഷൈഷ ഫ്രഷിൻ്റെ 2ാമത്തെ കട. ഈ അടുത്തിടെ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത പുതിയ കട മണർകാട് കാവുമ്പടിയിലുള്ള ഷൈഷ സൂപ്പർ മാർക്കറ്റിലാണുള്ളത്. ഷൈഷ സൂപ്പർ മാർക്കറ്റിൻ്റെ ചുമതല നോക്കി നടത്തുന്നത് മൂത്ത സഹോദരനായ ഷാമോനാണ്. ഇപ്പം ഷാമോൻ ഒരു പ്രവാസി കൂടിയാണ്. നമസ്കാരം ഷാമോൻ. ഓക്കെ. നമുക്ക് ഇവിടുത്തെ പ്രത്യേകതകൾ, ഇപ്പോൾ കഴിഞ്ഞ മാസം ഇത് തുറന്നു, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ പുതിയ ഓഫറും കാര്യങ്ങളും ഒക്കെ? ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ ഓഫർ ഉണ്ട്. നമ്മളിപ്പോൾ 699 നമ്മുടെ ഒരു ഫിക്സഡ് പ്രൈസ് വെച്ചേക്കണം. ആ പ്രൈസിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഐറ്റം അന്ന് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കുക. അത് എല്ലാ ബുധനാഴ്ചകളിലും കണ്ടിന്യൂ ചെയ്യും. ഇന്നൊരു ബുധനാഴ്ച ഇന്നത്തെ മെയിൻ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 699 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന നിർമ്മൽ അരി നമുക്കൊരു 51 രൂപയ്ക്ക് 5 കിലോയുടെ പാക്ക് 51 രൂപ. അതുപോലെ വേറെ ഏത് ദിവസങ്ങളിൽ ഓഫറുള്ള? വേറെ വരുന്ന വീക്കെൻഡ് ദിവസങ്ങളിൽ എല്ലാ വീക്കെൻഡിലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഓഫറുകളുണ്ട്. അത് ഈ ആഴ്ചയിൽ എന്നാ തീരുമാനിച്ചോ? അല്ല, ഈ ആഴ്ചത്തെ ശനിയാഴ്ച ദിവസം പബ്ലിഷ് ചെയ്യും അല്ലേ? അത് ശരി. ഓക്കെ. എങ്ങനെയുണ്ട് പുതിയ 2ാമത്തെ കട തുടങ്ങിയിട്ട് ആളുകളുടെ സഹകരണമൊക്കെ? എല്ലാവരുടെയും സഹകരണം നല്ലതായിട്ട് വരുന്നു. അവരൊന്നും അറിഞ്ഞു കേട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ഷോപ്പിൽ ഹോം ഡെലിവറി ആണോ കൂടുതൽ, കൗണ്ടർ സെയിൽ ആണോ, ഷോപ്പ് സെയിൽ ആണോ കൂടുതൽ? ഹോം ഡെലിവറിയാണ് 2 നടക്കുന്നുണ്ട്. ഓൺലൈൻ സെയിലും ഉണ്ട് ഇവിടെ. അപ്പം ഷാമോൻ ഒരു പ്രവാസിയാണെന്ന് മനസ്സിലാക്കി. ഏത് രാജ്യത്താ? ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. ഇനി എന്നാ തിരിച്ച് പോകുന്നത്? ഈ മാസം അവസാനത്തിന് തിരിച്ചു പോകും. അപ്പം വീണ്ടും ഇത് സഹോദരന്റെ കൂടി ചുമതലയിലേക്ക് ഈ കടയും കൂടെ വരികയാണ് അല്ലെ? പുള്ളി തന്നെ ഇതെല്ലാം മാനേജ് ചെയ്യേണ്ടി വരും. മാനേജ് ചെയ്തോളൂ അല്ലേ? ഓക്കെ. അപ്പം എല്ലാ ആശംസകളും നേരുന്നു. അപ്പം ഇതാണ് ഷൈഷ ഫ്രഷ് അല്ലെങ്കിൽ അവരുടെ 2ാമത്തെ ഷോപ്പ് ഷൈഷ സൂപ്പർ മാർക്കറ്റിന്റെ വിശേഷങ്ങൾ.
രണ്ട് സഹോദരങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 സഹോദരങ്ങൾ 3 വർഷം മുമ്പ് ഓൺലൈനിൽ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ചെറിയ കച്ചവട സംരംഭമാണ്. ആ സംരംഭത്തെ നാട്ടുകാർ നല്ല നിലയ്ക്ക് സ്വീകരിച്ചു. അവരുടെ എല്ലാ പിന്തുണയും കിട്ടി. നാട്ടുകാരും ഇപ്പം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ അവർക്ക് ഹോം ഡെലിവറിക്ക് ഓർഡർ കൊടുക്കാറുണ്ട്, വന്ന സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഇവരുടെ ഇടപെടലും മോശമല്ലാത്തൊരു ഇടപെടലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് നാട്ടുകാരുടെ സഹകരണവും കിട്ടിയത്. എന്തായാലും അവരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു ഷോപ്പ് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞൊരു 2 വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ ഷോപ്പ്, ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ രണ്ടാമത്തെ ഷോപ്പ് ആരംഭിക്കാനും കഴിഞ്ഞു. എന്തായാലും ഷൈഷ ഫ്രഷിനും ഷൈഷ സൂപ്പർ മാർക്കറ്റിനും എല്ലാ ആശംസകളും നേരുന്നു. ഇവിടുത്തെ ജീവനക്കാർക്കും നേരത്തെ പറഞ്ഞതുപോലെ 2 കടകളിലായിട്ട് 6 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം കൂടിയാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ പലരും പല തൊഴിൽ കിട്ടാതെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാലത്താണ് നാട്ടിൽ തന്നെ നിന്ന് ജോലി ചെയ്യാൻ ഒരു അവസരം നാട്ടുകാരായ ചെറുപ്പക്കാർ കൂടെ കൊടുക്കുന്ന ഒരു സംരംഭമാണിത്. എല്ലാ ആശംസകളും ഈ പ്രസ്ഥാനത്തിന് നേരുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.